ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ പൈനാപ്പിൾ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. ഏറ്റവും മുമ്പ് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കട്ടാക്കി എടുക്കാം. നമുക്ക് പൈനാപ്പിളിൻ്റെ ഔട്ടർ സ്കിന്നൊക്കെ നന്നായിട്ട് ചെത്തി കളയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഹാഫ് ആക്കാം. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ കട്ടാക്കി എടുക്കാം. പൈനാപ്പിൾ കട്ടാക്കി എടുക്കുമ്പോൾ എപ്പോഴും പൈനാപ്പിളിൻ്റെ മിഡിൽ ഭാഗം അത് നമ്മൾ കട്ടാക്കി കളയണം. ഈ ഒരു പാർട്ട് കഴിക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് തൊണ്ടയിൽ ഒരു വേദന അല്ലെങ്കിൽ ഒരു ചൊറിച്ചൽ പോലെ തോന്നുന്നത്. ആ കാരണത്തോണ്ട് പൈനാപ്പിളിൻ്റെ മിഡിൽ ഭാഗം എപ്പോഴും നമ്മൾ എടുത്ത് കളയണം. അത് നമ്മൾ ഏത് പൈനാപ്പിളിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലും ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് കളയണം. ഈ ഒരു ഭാഗം. ഇനിയിപ്പോൾ നമുക്ക് പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളിൽ കട്ടാക്കി എടുക്കാം. നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി പൈനാപ്പിളിൻ്റെ ജ്യൂസും എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ഇങ്ങനെ പീസസ് ആയിട്ടും വേണം. അപ്പോൾ നമുക്ക് മൊത്തം പൈനാപ്പിൾ ഈ ഒരു സൈസിൽ തന്നെ കട്ടാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കട്ടാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏറ്റവും മുമ്പ് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. ഈ ഒരു ഡ്രിങ്കിന് വേണ്ടി വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ ജ്യൂസ് നമുക്ക് സ്റ്റോറിൽ കിട്ടുന്നത്, നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഫ്രഷ് പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മളുടെ പൈനാപ്പിൾ നന്നായിട്ട് ജ്യൂസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു സ്ട്രെയിനറിൽ വെച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബ്ലെൻഡറിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കട്ടാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസസ് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ പോണത് കോക്കോനട്ടിൻ്റെ ക്രീം, നമ്മൾ നാളികേരത്തിൻ്റെ ക്രീം, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 30 ml വോഡ്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഐസ് അതും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മളുടെ പിന കൊലാഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഐലാൻഡിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് അവിടെ കിട്ടും. പക്ഷേ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഒരു സെർവിങ് ഗ്ലാസ്സിൽ ഇതിനെ സെർവ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.